മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം അന്വേഷിക്കുന്ന കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം ചെറിയൊരു കാര്യമല്ല, അല്ല നിങ്ങൾ എല്ലാവരും കൂടെ വന്നാൽ നന്നായി. എനിക്ക് ഇച്ചിരി തിരക്കുണ്ടത്. നമുക്കറിയാം, മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചത് ഒരുപക്ഷെ ഈ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ പൊലിമ തന്നെ കുറച്ച, അല്ലെങ്കിൽ ഒരു വേദനയായി നമ്മുടെ ഒക്കെ ഉള്ളിൽ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് വെടിക്കെട്ട് അപകടത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ആ ദുരന്തം. അതേ തുടർന്ന് മരണമടഞ്ഞവർ ഈ പറഞ്ഞതുപോലെ ഇനിയും എത്ര പേരുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് ഏറെ കൃത്യമായ ഒരു കണക്കുകളൊന്നും പുറത്തു വരുന്നില്ല. 4 പേർ ചികിത്സയിൽ തുടരുകയാണ്. അതിൻ്റെ നടത്തിപ്പുകാരനുൾപ്പെടെ ഈ ഒരു അപകടത്തിൽ മരിച്ചു. സതീശൻ ഉൾപ്പെടെ ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായി. എന്തായാലും ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് CN രാമചന്ദ്രനെ സർക്കാർ നിയോഗിക്കുകയായിരുന്നു. അദ്ദേഹം മുൻപും പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം അതുപോലുള്ള അപകടങ്ങളെല്ലാം അന്വേഷിച്ച ജസ്റ്റിസ് CN രാമചന്ദ്രൻ അന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഇതടക്കമുള്ളവ ഇനിയും പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് വലിയ സംശയമുള്ള കാര്യമാണ്. മാത്രമല്ല, ഈ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് എന്ത് കാരണം കൊണ്ട് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു സംശയം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ ജസ്റ്റിസ് CN രാമചന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കാനായി തയ്യാറെടുക്കുന്നത്. ശക്തമായ സൂര്യാതപം തന്നെയാണോ ഈ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചത്? നേരത്തെ ഈ സംഭവം നടന്ന ആദ്യ ദിനം അതിൻ്റെ ദൃക്സാക്ഷിയായിരുന്ന ആ ഒരു അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു വ്യക്തി കൈമാറിയ വിവരങ്ങളനുസരിച്ച് സൂര്യാതപം, ഒരു സെക്കൻഡ് നേരത്തെ സൂര്യാതപം ഈ തിരിയൊക്കെ മറിച്ചിടുന്നതിനിടയിൽ സംഭവിച്ചു. അങ്ങനെ ഇത് സംഭവിച്ചു എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. പക്ഷേ അതുതന്നെയാണോ യഥാർത്ഥ കാര്യം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഫോറൻസിക് വിദഗ്ധർ, ഡോഗ് സ്ക്വാഡുകളെ അടക്കം നിയോഗിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ട്, മറ്റെന്തെങ്കിലും കാരണങ്ങൾ മുൻപ് അതായത് ഈ വെടിക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരുന്ന നിർദ്ദേശങ്ങൾ, നിയന്ത്രണങ്ങൾ അതൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ? ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ വെടിക്കോപ്പുകളൊക്കെ ഉണ്ടാക്കി സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ സുരക്ഷ അദ്ദേഹം സംസാരിക്കുകയാണ്. അതിലേക്ക് നോട്ടിഫിക്കേഷൻ എനിക്ക് വാട്സാപ്പിൽ കിട്ടിയുള്ളൂ. ഈ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് ഗവൺമെന്റ് നിശ്ചയിക്കും. ടേംസ് ഓഫ് റെഫറൻസിന്റെ അടിസ്ഥാനത്തിൽ വേണം കമ്മീഷൻ എൻക്വയറി നടത്താൻ. ഏതായാലും മുഖ്യമായിട്ടും ഞാൻ അവിടെ പോയി ഹോസ്പിറ്റലിൽ കിടക്കുന്ന വിക്ടിംസിനെ ആദ്യം കാണണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ പൂരമാണ്. നാളെ പകൽ ഉത്സവത്തിന്റെ ഭാഗമായിട്ട്, പൂരത്തിന്റെ ഭാഗമായിട്ട് നാളെ ചടങ്ങുകളുണ്ട്. അപ്പോൾ ഇന്നും നാളെയും തിരക്കാണെന്നാണ് പോലീസ് കമ്മീഷണർ പറഞ്ഞത്. അപ്പോൾ ഞാൻ മറ്റന്നാൾ, അത് ഏർലിയസ്റ്റ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പോകാമെന്നോർക്കുവാണ്. അപ്പം ആദ്യമായിട്ട് അവിടെ കളക്ടറും പോലീസ് കമ്മീഷണറും ഒക്കെ ആയിട്ട് ചർച്ചകൾ നടത്തും. എന്നിട്ട് കമ്മീഷന്റെ പ്രവർത്തനത്തിന്റെ പ്രോഗ്രസ് എങ്ങനെ വേണമെന്ന് ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് ആശുപത്രികളിൽ പരിക്ക് പറ്റി കിടക്കണവരും അല്ലാതെ ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളവരെ കാണും. പക്ഷേ അവരുടെ ഒന്നും ഒരു മൊഴി രേഖപ്പെടുത്താനോ സ്റ്റേറ്റ്മെന്റ് എടുക്കാനോ ഒന്നും പറ്റിയ അവസ്ഥയിലായിരിക്കില്ല അവരൊന്നും. പക്ഷെ തൽക്കാലം അവരെ കണ്ടച്ചു പോരും. പിന്നെ അത് കഴിഞ്ഞാൽ ഈ അപകട സ്ഥലം, ഈ മുണ്ടത്തിക്കോട് കാണാൻ പോകും. അപ്പോൾ അവിടുത്തെ ഇപ്പം സെർച്ചൊക്കെ കഴിഞ്ഞു കാണും, കഴിഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കണേ. അത് കഴിഞ്ഞാൽ പിന്നെ പോലീസ് മാസ്റ്ററുണ്ട്, എല്ലാം റെക്കോർഡിലുണ്ട്. അതൊക്കെ വെച്ച് വേണം റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കാം. പക്ഷെ ഞാൻ നേരിട്ടുന്ന് പോയി ഒന്ന് കണ്ട് നമ്മുടെ ഒരു വിലയിരുത്തൽ നടത്തണം. അപ്പം പ്രധാനമായിട്ടും നാളെ 2 കാര്യമാണ്. ഒന്ന് പോവുക, ജില്ലാ പോലീസ് മേധാവിയും കളക്ടറും ഒക്കെ ആയിട്ട് സംസാരിക്കുക. 2 പരിക്ക് പറ്റിയവരെ ഹോസ്പിറ്റലിൽ കാണുക. പിന്നെ ഈ അപകട സ്ഥലം സന്ദർശിക്കുക. ഇതാണ് നാളത്തെ പരിപാടി. അത് കഴിഞ്ഞ് ടേംസ് ഓഫ് റെഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ കമ്മീഷന്
പ്രവർത്തനം തുടങ്ങും, തെളിവെടുക്കും. ടൈംസിനെ ആശ്രയിച്ച് റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കണം. ഒരു 6 മാസമെങ്കിലും സമയം തരുമായിരിക്കും. 6 മാസം സമയം വേണ്ടിവരും റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കാൻ. ഇതിനുമ്പും ജുഡീഷ്യൽ എൻക്വയറി, പുറ്റിങ്കൽ വെടിക്കെട്ടിനെ സംബന്ധിച്ച് ജുഡീഷ്യൽ എൻക്വയറി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ റിപ്പോർട്ടൊക്കെ പരിഗണിക്കാം. വെടിക്കെട്ടോ? അല്ല, വെടിക്കെട്ട് നിരോധിക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിച്ചിട്ടുണ്ടോ? കമ്മീഷന്റെ റെക്കമെൻഡേഷനുകളെ അതിനെക്കുറിച്ച് എനിക്ക് ടേംസ് ഓഫ് റെഫറൻസ് വന്നാലേ അറിയാവുള്ളൂ. വെടിക്കെട്ട് അമ്പലങ്ങളിൽ ആവശ്യമാണോ, അല്ലെങ്കിൽ വെടിക്കെട്ട് അനുവദിക്കണമെങ്കിൽ ഏത് രീതിയിലുള്ള വെടിക്കെട്ട് അനുവദിക്കണം, അതിനെക്കുറിച്ചൊക്കെ ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ട്. തീർച്ചയായിട്ടും റിപ്പോർട്ടിൽ കൊടുക്കും. പക്ഷേ ഏതാണേലും വെടിക്കെട്ട് പ്രോഹിബിറ്റ് ചെയ്യാനാണ് ഗവൺമെന്റിന് ഒരു കമ്മീഷന്റെ ആവശ്യമില്ല. അത് നിയമാനുസൃതമായിട്ട് വെടിക്കെട്ട് അങ്ങ് പ്രോഹിബിറ്റ് ചെയ്യാം. പക്ഷേ വെടി വഴിപാട്, വെടിക്കെട്ടൊക്കെ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് ക്ഷേത്രങ്ങളിലും പള്ളികളിലൊക്കെ നടത്താറുണ്ട്. ചുരുക്കം അപകടങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അപകട സാധ്യതകളും ഇതിനുമ്പ് അപകടങ്ങൾ ഉണ്ടായിട്ടും വെടിക്കെട്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വെടിക്കെട്ട് നിരോധിക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഏതായാലും അതിനെക്കുറിച്ച് എക്സാമിൻ ചെയ്യും. പിന്നെ വേറൊന്ന്, വെടിക്കെട്ടിന്റെ പാറ്റേൺ മാറ്റിയാൽ, ഒരുപക്ഷെ വെടിക്കെട്ടിനെ കൂടുതലൊരു ലൈറ്റ് ഷോ ആക്കി മാറ്റുകയാണെങ്കിൽ അപകടം ഒരുപക്ഷെ കുറയ്ക്കാൻ സാധിക്കുമായിരിക്കും. അല്ലെങ്കിൽ അപകടം വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യാപ്തി വളരെ കുറയ്ക്കാൻ സാധിക്കുമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുക.